2019 നാടിനെ നടുക്കിയ പുത്തുമല ദുരന്തത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർ ഇപ്പോഴും ദുരിതത്തിലാണ് കഴിയുന്നത്. വീട് നഷ്ടപ്പെട്ടവർ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ടപ്പോൾ ഇവർക്ക് നഷ്ടപരിഹാരം പോലും ലഭിച്ചില്ല. 10ഓളം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ സ്വന്തമായി ഒരിടം പോലുമില്ലാതെ വാടക വീടുകളിൽ കഴിയുന്നത്. പത്തോളം കുടുംബങ്ങളാണ് ഭൂമി നഷ്ടപ്പെട്ട് ദുരിതത്തിൽ കഴിയുന്നത്. ദുരന്തം നടന്ന് 5 വർഷം പിന്നിടുമ്പോഴും ഇവർ പട്ടികയ്ക്ക് പുറത്താണ്. സ്വന്തമായൊരു വീടെന്ന സ്വപ്നവുമായാണ് ഇവർ പുത്തുമലയിൽ ഭൂമി വാങ്ങിയത്. എന്നാൽ പ്രളയം ഒലിച്ചിറങ്ങിയപ്പോൾ ഇവരുടെ സ്വപ്നങ്ങൾ കൂടിയാണ് തകർന്നത്. പുത്തുമലയിലെ എസ്റ്റേറ്റ് പാടികളിലും വാടക വീടുകളിലുമാണ് ഇവർ ഇപ്പോൾ താമസിക്കുന്നത്. 7 സെന്റ് 10 സെന്റ് 12 സെന്റ് വീട് വെക്കാൻ വേണ്ടി വാങ്ങിയ സ്ഥലമാണ്. അതെന്ന് പറഞ്ഞാല് നമ്മൾ ഇതിനും വേണ്ടിയിട്ട് കുറെ നടന്നിരുന്നു. ഈ സ്ഥലത്തിനും വേണ്ടിയിട്ട് കുറെ നടന്നു. ഒരു 5 സെന്റ് സ്ഥലയിലും വേണമെന്നിട്ട് കുറെ നടന്നിരുന്നു. നമ്മൾ കളക്ടറേറ്റിലും വില്ലേജിലും ഇതിനും വേണ്ടിയിട്ട് കയറാത്ത സ്ഥലങ്ങളില്ല. കയ്യിലുണ്ടായിരുന്നതെല്ലാം വിറ്റുപെറുക്കിയും കടം വാങ്ങിയുമാണ് ഇവരെല്ലാം ഭൂമി വാങ്ങിയത്. നെയ്തെടുത്ത സ്വപ്നങ്ങളെല്ലാം പ്രളയം കവർന്നെടുത്തപ്പോൾ ഒറ്റപ്പെട്ടുപോയി. സർക്കാരിന്റെ സഹായം കൂടി ലഭിക്കാതെ വന്നപ്പോൾ കഴിഞ്ഞ 5 വർഷമായി ഇവരുടെ ജീവിതം ദുസ്സഹമായി. ഇപ്പൊ 4 കൊല്ലമായി വാടക വെക്കണേ. കുട്ടികളെ പഠിത്തം, പിന്നെ വാടക. ഇപ്പൊ 3 വീടായി നമ്മൾ കയറി ഇറങ്ങുന്നത്. ഇത് 3ാമത്തെ വീട്ടിലാണ് നിൽക്കുന്നത്. നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് അധികൃതരുടെ മുമ്പിൽ കയറിയിറങ്ങിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ദുരന്തത്തിന് ശേഷം നിരവധി സമരങ്ങൾ ഉൾപ്പെടെ ഇവർ നടത്തി. പക്ഷെ ഒന്നും ഫലം കണ്ടില്ല. പുത്തുമല ദുരന്തത്തിൽ ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് ഓടി രക്ഷപ്പെട്ടവരാണിവർ. ഒരു വീടെന്ന സ്വപ്നവുമായി വാങ്ങിയ ഭൂമിയെല്ലാം പ്രളയം തുടച്ചു നീക്കി. ഇപ്പോഴും വാടക വീടുകളിലാണ് ഓരോരുത്തരും കഴിയുന്നത്. ഇവരെ ഇനിയും അവഗണിച്ചുകൂടാ. പുത്തുമലയിൽ നിന്നും ഫൈസൽ നെടുമ്പാല, ടീം മീഡിയ 1.